എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. ഇതിനു വേണ്ടി 5 പുഴുങ്ങിയ മുട്ട ആദ്യം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ട ഓരോന്നായിട്ട് ഇടുക. ഞാൻ 5 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇത് ഇളക്കി 1 മിനിറ്റ് ഫ്രൈ ചെയ്യുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റുക. സെയിം പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് അത് അല്പമൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 5 വെളുത്തുള്ളിയല്ലി ചതച്ചത്, ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് മൂപ്പിക്കുക. അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, 3 വലിയ സവാള ചെറുതായിട്ടരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. സവാള അല്പം നിറം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞത് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. തക്കാളി വേവാനായിട്ട് പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം പാത്രത്തിൻ്റെ അടപ്പ് മാറ്റുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കട്ടയുടച്ചത് ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ഒന്നുകിൽ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യണം. മസാലയുടെ എണ്ണ തെളിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്തിരിക്കുന്ന മുട്ട ചെറുതായിട്ട് വരഞ്ഞ് കറിയിലേക്ക് ഇടുക. 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കാം. നിങ്ങളുടെ കറിക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിന് പകരം 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റി അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.